നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകുന്നേരം 5-ന് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ. തമിഴിലും മലയാളത്തിലുമായി 50-ലധികം ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. അനേകം ചലച്ചിത്രങ്ങളിൽ നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജനപ്രീതി നേടിയ കലാകാരനായിരുന്നു ഷാനവാസ് എന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നടൻ മണിയംപിള്ള രാജുവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഷാനവാസിനെ അനുസ്മരിച്ചു. 1975 തൊട്ട് ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ്. കാര്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി, അങ്ങനെ കമ്പനിയായി. അദ്ദേഹത്തിൻ്റെ കാറിലാണ് അവിടെ ഇവിടെയൊക്കെ ചുറ്റുന്നത്. എന്നെ ആദ്യമായിട്ട് നസീർ സാറിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് ഷാനവാസാണ്. അന്നാണ് ഞാനൊരു വലിയ സ്ക്രീനിൽ, ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ VHS കാസറ്റിട്ട് എന്നെ കാണിച്ചിരുന്നു, ഒരു ഇംഗ്ലീഷ് പടം VHSൽ. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ മാതിരി പ്രേമഗീതങ്ങളിൽ ബാലാന്തരൻ്റെ പ്രേമഗീതങ്ങളിൽ ഞാൻ ഇല്ല, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് സെറ്റിലായതിനു ശേഷം എപ്പോഴും കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. അമ്മയുടെ മീറ്റിങ്ങിന് വരുമ്പോൾ കാണും, പിന്നെ എപ്പോഴും കാണാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, കാര്യങ്ങളുണ്ട്. ഈ സുഖമില്ലാത്ത കാര്യം അറിയാമായിരുന്നു, ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമുക്കെല്ലാം കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം, അത്രയല്ലേ പറയാൻ പറ്റും. കേരളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് ഞങ്ങളുടെയൊക്കെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഒരു സിനിമാ നടൻ എന്ന നിലയിലും അദ്ദേഹം കേരളത്തിലും കേരളത്തിന് പുറത്തും തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രേം നസീറിനെ പോലെ തന്നെ അദ്ദേഹം സിനിമയിൽ ശോഭിച്ചിരുന്ന വ്യക്തിയാണ്. തന്നെയുമല്ല, നല്ലൊരു സുഹൃത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ ഫോണിൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ നഷ്ടം കൂടിയാണ് എനിക്ക്. ഈ മലയാളത്തിന് ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധിയായ കഥാപാത്രങ്ങളെ നൽകാൻ കഴിഞ്ഞ ശ്രീ ഷാനവാസിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.